मित्रों, ये विजय हमारा लक्ष्य नहीं है। സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ വിജയം മാത്രമല്ല, लक्ष्य तक पहुंचने का एक पड़ाव है। നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും പടവുകൾ കയറേണ്ടതുണ്ട്. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना। നമ്മുടെ ലക്ഷ്യം താമര അടയാളത്തിൽ വിജയിച്ച് കേരളത്തിന്റെ ഭരണം നേടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നതാണ്. हमारा लक्ष्य है केरल को पूर्ण विकसित बनाना। നമ്മുടെ ലക്ഷ്യം കേരളത്തെ സമ്പൂർണ്ണമായി വികസിപ്പിക്കുക എന്നതാണ്. केरल को देश विरोधी ताकतों से सुरक्षित करना, ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുക എന്നതാണ്. और केरल के अंदर जो सदियों से आस्था की ताकत है, वो आस्था की ताकत की भी रक्षा करना। കേരളത്തിൽ വിജയം മാത്രമല്ല, लक्ष्य तक पहुंचने का एक पड़ाव है। നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും പടവുകൾ കയറേണ്ടതുണ്ട്. हमारा अंतिम लक्ष्य है, अब केरल की जनता भी मानती है कि तीनों काम यूडीएफ और एलडीएफ नहीं कर सकते हैं, केवल नरेंद्र मोदी जी के नेतृत्व में एनडीए ही ये काम कर सकता है। നാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നടപ്പാക്കാൻ എൽഡിഎഫിനോ യുഡിഎഫിനോ സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക്, നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് നേടിത്തരാൻ സാധിക്കുകയുള്ളൂ. नरेंद्र मोदी जी ने देश के सामने 2047 तक, 2047 तक इस देश को विकसित भारत बनाने का स्वप्न रखा है। 2047 ആകുമ്പോഴേക്കും ഈ നാടിനെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിജി നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. मैं आज केरल की जनता को कहने आया हूं, विकसित भारत का रास्ता विकसित केरलम होकर ही जाता है। ഞാൻ കേരളത്തിൽ